പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് തിരിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പറും ഈ രൂപത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ വരേണ്ടത് ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എം പരിവാഹൻ എന്നത് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. എം പരിവാഹൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കയറി വരുന്ന സമയത്ത് 3 വരകൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളതിൽ നിന്ന് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പോപ്പപ്പ് വിൻഡോ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ലൈസൻസ് മെനു എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും ഫൈൻഡ് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അവിടെ ആയിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ളത് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ KL എന്ന് വരുന്നതായിരിക്കും. അടുത്തതായിട്ട് RTO ഏതാണ് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന RTO ഏതാണോ അത് ഈ ലിസ്റ്റിലുണ്ടാകും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് RTO നമ്പർ വരുന്നതായിരിക്കും. അടുത്തതായിട്ട് നെയിം ഓഫ് ആപ്ലിക്കൻ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ നെയിമാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസിൽ നിങ്ങൾ എങ്ങനെയാണോ കൊടുത്തിരുന്നത് അതേപോലെ തന്നെ കറക്റ്റായിട്ട് നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സർനെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിഷ്യൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന രീതിയിൽ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെ പേര് മുഹമ്മദ് ഫസൽ CA എന്നുള്ളതാണ്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്ത സമയത്ത് മുഹമ്മദ് ഫസൽ എന്നുള്ളത് ഫസ്റ്റ് നെയിമായിട്ടും CA എന്ന് പറയുന്ന എൻ്റെ ഇനിഷ്യൽ ലാസ്റ്റ് നെയിമായിട്ടായിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ രൂപത്തിലായിരിക്കണം എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ അടുത്തതായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നതാണ്. അത് കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസുകൾ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം കറക്റ്റായി കൊടുത്ത് ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവൻ ഞാൻ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് അവർ റെക്കോർഡ് ഫൗണ്ട് ചെയ്തുകൊണ്ട് എനിക്ക് ആ റെക്കോർഡിലുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ OTP നിങ്ങൾ ഇവിടെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ OTP എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പഴയ ലൈസൻസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കഴിഞ്ഞിട്ട് അടിഭാഗത്ത് കാണുന്ന ക്യാപ്ച കോഡുകൂടി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കൻ ഡീറ്റെയിൽസ് എന്നുള്ളതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ലഭിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും സെർച്ച് ബാറിൽ വന്നതിന് ശേഷം എം പരിവാഹൻ എന്ന് തന്നെ സെർച്ച് ചെയ്ത് കൊടുക്കുക. എം പരിവാഹൻ്റെ വെബ്സൈറ്റിലോട്ട് കയറി വരിക. 3 വരകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ലൈനായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈസൻസ് മെനുവിലോട്ട് വരിക. ഇതിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്തിരിക്കുന്ന ആ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് OTP സെൻഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. ആ OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. OTP സെൻഡ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലെ ഫസ്റ്റത്തെ 2 നമ്പറും ലാസ്റ്റത്തെ 2 നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ടാകും. അതിനുശേഷം സെലക്ട് പ്രിൻ്റ് ഓപ്ഷൻ എന്നുള്ളതിന് താഴെ കാണുന്ന PVC കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം DL പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ PDF ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ PDF ഫയൽ യൂസ് ചെയ്തുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്താവശ്യത്തിനും ഇത് വാലിഡ് ആണ്. പിന്നെ ഈ വീഡിയോക്ക് സൈഡ് ഭാഗത്തായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് PVC കാർഡ് രൂപത്തിലാക്കി വീട്ടിൽ പോസ്റ്റ് വഴി എത്തിച്ചു കൊടുക്കുന്ന സർവീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ആവശ്യമായവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.